മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മുൻ ഡിവൈഎസ്പി റഹീം രംഗത്തെത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതാണ് ശരി എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് തെളിവുകൾ നിരത്തിക്കൊണ്ട്. അതിനു മുമ്പ് നമുക്ക് ഈ അൻസാരി എന്ന ഈ കേരളത്തിലെ ഒന്നാം നമ്പർ സുഡാപ്പിയോടൊരു ചോദ്യം ചോദിച്ചിട്ട് നമുക്കങ്ങ് മുന്നോട്ട് പോവാം. നമ്മൾ നിരന്തരം പാലത്തായി കേസുമായി ബന്ധപ്പെട്ട് പത്മരാജൻ മാഷെ ജയിലിൽ അടച്ചു എന്ന വാർത്ത വന്നത് മുതൽ നമ്മൾ നിരന്തരം നമ്മുടെ ചാനലിലൂടെ വിളിച്ചു പറഞ്ഞു, പത്മരാജൻ മാഷ് നിരപരാധിയാണ്. അദ്ദേഹത്തെ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യരും എതിർത്തൊരു വാക്ക് പോലും പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഓർക്കുമ്പോൾ സമാധാനത്തിൽ ഒന്ന് ഉറങ്ങാൻ പോലും മനുഷ്യത്വമുള്ള ഒരു മനുഷ്യന് സാധിക്കില്ല എന്ന് നമ്മൾ നിരന്തരം ഉയർത്തിപ്പിടിച്ചു. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നിരവധി തെളിവുകൾ നിരത്തി. അന്നത്തെ ക്രൈംബ്രാഞ്ച് IG ആയിട്ടുള്ള ശ്രീജിത്ത് പത്മരാജൻ മാഷുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. കേരളത്തിൽ അത് വലിയ രീതിയിൽ ചർച്ചയായി. അതിനുശേഷവും നമ്മൾ വീഡിയോ ചെയ്തു. പോപ്പുലർ ഫ്രണ്ടുകാരാണ് ഇതിന് പിന്നില്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവ് നമ്മൾ നിരത്തി. പോപ്പുലർ ഫ്രണ്ടുകാർ അവകാശവാദവുമായിട്ട് രംഗത്തെത്തിയതിന്റെ തെളിവുകൾ സഹിതം നമ്മൾ വീഡിയോ മുന്നോട്ട് വെച്ചു. നമ്മൾ അങ്ങനെ നിരന്തരം പത്മരാജൻ മാഷ് നിരപരാധിയാണ് എന്ന് കേരള പൊതുസമൂഹത്തോട് തെളിവുകൾ നിരത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ടേ ഇരുന്നു. ഇത് സഹിക്കാൻ സാധിക്കാഞ്ഞിട്ട് ഈ സുഡാപ്പി രംഗത്തെത്തിയിട്ട് എന്തോ ലോകത്ത് നിലവാരമുള്ള വിവേകമുള്ള ഒരു മനുഷ്യരും ചെയ്യാത്ത രീതിയിൽ ഒരാളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുക, അതും നമ്മുടെ ഓരോരോ ശരീരഭാഗങ്ങളെയൊക്കെ എടുത്തു വെച്ചുകൊണ്ട് കണ്ണ് ഓംലേറ്റ് പോലെയാണ്, സൗണ്ട് അങ്ങനെയാണ്. ലോകത്ത് വിവേകമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുന്ന വിഷയത്തെ കുറിച്ചല്ലാതെ, ആ വിഷയത്തെ എതിർക്കുകയല്ലാതെ ആരെങ്കിലും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കോ? അത്തരം വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാരാ? ലോകത്ത് ഭീകരവാദത്തെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ മാത്ര. അവരാണ് വാളെടുത്ത് രംഗത്തെത്തുക, അവരാണ് ആയുധമെടുത്ത് രംഗത്തെത്തുക. നരേന്ദ്രമോദിയെ പേടിച്ച് നമ്മുടെ കേരളത്തിലും അടങ്ങി ഒതുങ്ങി മുന്നോട്ട് പോകുന്നത് കൊണ്ട് അവരെ കൊണ്ടാവുന്നത് പോലെയുള്ളത് അവർ വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോവുക നമ്മുടെ നാട്ടിൽ. അതാണ് യാഥാർത്ഥ്യം. ഈ അൻസാരിയോട് ചോദിക്കാനുള്ളത്, മുൻ ഡിവൈഎസ്പി റഹീം രംഗത്തെത്തിയിട്ടുണ്ട്. എന്തേ ഈ ഡിവൈഎസ്പി റഹീമിനെതിരെയും നിങ്ങൾ തോന്നുന്നത് പോലെ കണ്ണോംപ്ലേറ്റ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുമോ? മുൻ ഡിവൈഎസ്പി റഹീം രംഗത്തെത്തിയിട്ട് വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു, പത്മരാജൻ മാഷ് നിരപരാധിയാണ്. നമ്മൾ തുടക്കം മുതൽ പറഞ്ഞ വിഷയങ്ങളുടെ നിരന്തരം തെളിവുകൾ നമ്മൾ മുന്നോട്ട് വെച്ചുകൊണ്ടേയിരിക്കുക. പത്മരാജൻ മാഷ് നിരപരാധിയാണെന്ന് ഒരു മുൻ ഡിവൈഎസ്പി റഹീം വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കുക. ഓരോ മലയാളിയും ഗൗരവത്തിൽ കേട്ടിരിക്കേണ്ട, ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മുൻ ഡിവൈഎസ്പി റഹീമാണ് ഈ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇരുതല മൂർച്ചയുള്ള പോക്സോ ആക്ട് 2012 നിലവിൽ വന്ന പോക്സോ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് ഇരുതല മൂർച്ചയുള്ള ഒരു ആയുധമാണ്. കുട്ടികൾക്കെതിരെ ഉണ്ടാക്കുന്ന സെക്ഷൽ ഹറാസ്മെന്റ്, സെക്ഷൽ അസാൾട്ട് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് അറുതി വരുത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമമാണ് ഇത്. പോലീസ് സംവിധാനത്തെ ചൈൽഡ് ഫ്രണ്ട്ലി ആക്കുന്നതോടൊപ്പം അതിന്റെ പ്രാവർത്തിക ക്ഷമത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഈ നിയമം കുട്ടികൾ ഒരിക്കലും ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടുകൂടാ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത്. എന്നിരുന്നാലും ആ നിയമം കൊണ്ടുവന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ അത് നേടിയെടുത്തിട്ടുണ്ടോ എന്നത് ഗൗരവമായി ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. പലപ്പോഴും തങ്ങൾക്ക് എതിർപ്പുള്ളവരെ ഒതുക്കാൻ വേണ്ടി ഈ നിയമം ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ കാസർഗോഡ് DC RB DYSP ആയിരിക്കെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരച്ഛൻ പ്രതികാരം തീർക്കുന്നതിന് വേണ്ടി മകളെ കൊണ്ട് അയാളുടെ ശത്രുക്കൾക്കെതിരെ പോക്സോ കേസ് നൽകി ജയിലിൽ അടപ്പിച്ച സംഭവവും പിന്നീട് ആ കേസിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയെ പണം വാങ്ങി കേസിൽ നിന്ന് ഒഴിവാക്കിയ സംഭവവും ഉണ്ടായിട്ടുണ്ട്. ഇതിനു പുറമെ മുസ്ലിം സമുദായത്തിനിടയിലെ സംഘടനകൾ തമ്മിലുള്ള പ്രശ്നം രൂക്ഷമായ പ്രദേശങ്ങളിൽ മദ്രസകളിലെ ഉസ്താദുമാർക്കെതിരെ എതിർ വിഭാഗം ഉസ്താദുമാർ കുട്ടികളെ ഉപയോഗിച്ച് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതികാര നടപടി എടുക്കുകയും ചെയ്യുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പോക്സോ കേസ് അന്വേഷിക്കുന്ന സമയത്ത് കേസിലെ ഇരയായ കുട്ടി പറയുന്നതിനപ്പുറം അന്വേഷണം വ്യാപിപ്പിക്കാൻ പലപ്പോഴും പോലീസ് മടിക്കാറുണ്ട്.
ഇതിവിടെ കുറിക്കാൻ കാരണം ഈ അടുത്ത് ഓൺലൈനായും ഓഫ്ലൈനായും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാലത്തായി കേസിന്റെ വേദിയാണ്. പോക്സോ ആക്ട് ദുരുപയോഗം ചെയ്യപ്പെട്ടതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പാലത്തായി കേസ് എന്നാണ് മനസ്സിലാവുന്നത്. ആദ്യം ലോക്കൽ പോലീസും തുടർന്ന് ക്രൈംബ്രാഞ്ചും അതിനുശേഷം SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുമാണ് പാലത്തായി കേസ് അന്വേഷിച്ചത്. പാലത്തായി കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് കോടതി മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ പോക്സോ ആക്ട് നിലനിൽക്കില്ല എന്നാണ് കോടതിയിൽ നൽകിയത് എന്നാണ് അറിയുന്നത്. അതുതന്നെയാണ് ശരി എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ ഉള്ളവന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് എതിരാളികളെ ഏറ്റവും എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഇരുതല മൂർച്ചയുള്ള ആയുധമാണ് പോക്സോ ആക്ട് എന്ന് ചുരുക്കം. മിക്ക പോക്സോ കേസുകളും കോടതിയിൽ വിചാരണയ്ക്ക് എത്തുന്നതോടെ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരം കേസുകളിലെ ഇര കോടതി മുമ്പാകെ പ്രതി തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മിക്ക കോടതികളും പ്രതികളെ ശിക്ഷിക്കുന്നതാണ് കണ്ടുവരുന്നത്. ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, കേരള പോലീസിന്റെ മുഖം രക്ഷിക്കുന്ന ഒരു ആക്ട് കൂടിയാണ് പോക്സോ ആക്ട്. സാധാരണഗതിയിൽ പോലീസിന്റെ കഴിവും പ്രാപ്തിയും കണക്കാക്കുന്നത് പോലീസ് അന്വേഷിച്ച കേസുകളിൽ ലഭിച്ചിട്ടുള്ള കൺവിക്ഷൻ റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് കണക്ക് പ്രകാരം 2019 കാലഘട്ടത്തിൽ പോക്സോ കേസുകളുടെ കൺവിക്ഷൻ റേറ്റ് 73.89%. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നതാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന പ്രമാണം. എന്നാൽ ഈ കേസുകളിൽ എത്രമാത്രം നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കണക്കെടുക്കേണ്ടത് നിയമവ്യവസ്ഥയോട് ചെയ്യുന്ന പുണ്യകരമായ കാര്യമായിരിക്കും. ഒരുപക്ഷെ പാലത്തായി കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി ഒരു സമുദായത്തിന് മൊത്തം വെറുക്കപ്പെട്ടവൻ ആയിരിക്കാം. എന്നിരുന്നാലും നിരപരാധി ആണെങ്കിൽ അയാൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് ആ മതവിഭാഗത്തിന്റെ തന്നെ വിശുദ്ധ വേദഗ്രന്ഥം ഉൽപ്പാദിപ്പിക്കുന്നത്. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കുക. ഒരു ജനതയോടുള്ള വിദ്വേഷം നീതി പാലിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയരുത്. നീതി പാലിക്കുക, അതാണ് തഖ്വയോട് ഏറ്റവും അടുത്തത്. അല്ലാഹുവിനെ സൂക്ഷിക്കുക, തീർച്ചയായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. വിശുദ്ധ ഖുർആൻ 2012 കൊണ്ടുവന്ന ആക്ട് കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിൽ നിന്ന് എന്തുമാത്രം തടഞ്ഞിട്ടുണ്ടെന്നും ഈ ആക്ട് എന്തുമാത്രം ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും വിലയിരുത്തേണ്ട ഒരു അവസരം കൂടിയാണിത്. ഒരു മുൻ ഡിവൈഎസ്പി റഹീം രംഗത്തെത്തിയിട്ട് പരസ്യമായിട്ട് കേരള ജനതയോട് പ്രഖ്യാപിച്ചിരിക്കുന്നു, പാലത്തായി കേസിൽ പത്മരാജൻ മാഷ് നിരപരാധിയാണ്. അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, ആദ്യം അന്വേഷിച്ച ലോക്കൽ പോലീസ്, പിന്നീട് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച്, പിന്നീട് അന്വേഷിച്ച SIT. അതായത് വളരെ വ്യക്തമാണ്, ഒരു IPS വനിതാ ഉദ്യോഗസ്ഥയെ കൊണ്ടുപോലും ഈ കേസ് അന്വേഷിച്ചിട്ടുണ്ട് എന്നുള്ളതും സകലരും തിരിച്ചറിയണം. പിന്നീടാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കപ്പെടുന്നതും പിന്നീട് ഉണ്ടാക്കിയ തെളിവുകൾ അതുമായിട്ട് കോടതിയിലേക്ക് പോയതൊക്കെ തന്നെ ഇന്ന് ശ്രീകണ്ഠാപുരം CPMന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുൻ ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതും ഇതൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് സർക്കാരിനോട് ചേർന്ന് നിന്ന് എന്ത് വൃത്തികേടും ചെയ്യുന്ന ഒരാളാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്നുള്ളതും വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കല്ലേ. മുൻ DYSP റഹീമാണിത് കൃത്യമായിട്ട് പറയുന്നത്. പത്മരാജൻ മാഷ് നിരപരാധിയാണ്. ഈ അൻസാരി ഉൾപ്പെടെയുള്ള സകല സുഡാപ്പികളോടും ചോദിക്കാനുള്ളത്, ഇപ്പൊ നിങ്ങൾ എന്ത് പറയുന്നു? ഇത് പത്മരാജൻ മാഷ് പൗരത്വത്തെ അനുകൂലിച്ച് രംഗത്തെത്തിയത് കൊണ്ട് പോപ്പുലർ ഫ്രണ്ടുകാര് വലിയ രീതിയിൽ ഗൂഢാലോചന നടത്തി സർക്കാരിനെ പോലും അനുകൂലിച്ച് അവരെയും കൂടി ഒപ്പം കൂട്ടിയിട്ട് ഒരു വലിയ ഗൂഢാലോചന തന്നെയാണ് പത്മരാജൻ മാഷെ ജയിലിൽ അടച്ചത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് മുൻ DYSP ഈ രംഗത്തെത്തിയിട്ട് ഈ വിളിച്ചു പറഞ്ഞത്. അല്ല അൻസാരി, ഇനി നീ ഈ റഹീം മുൻ DYSPയെയും കണ്ണോംപ്ലേറ്റ് ആണ്, തെളിവ് എവിടെ DYSP റഹീമേ എന്ന് ചോദിച്ച് വീഡിയോ ചെയ്യോ?
സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയാ, പത്മരാജൻ മാഷ് ജയിലിൽ കിടക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് അൻസാരിയെ പോലെയുള്ള കേരളത്തിലെ സുഡാപ്പികളാണ്, പോപ്പുലർ ഫ്രണ്ടുകാരാണ്, ഈ ജിഹാദികളാണ് ഇതിന്റെയൊക്കെ പിന്നിലെ എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയാ. നമ്മൾ നിരന്തരം പറഞ്ഞത് വളരെ വലിയ ശരിയാണ് എന്ന് ദിനം പ്രതി തെളിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അതിലേറെ അഭിമാനം, ഒരുപാട് സന്തോഷം.